അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഒരു കുതിരാൻ ടണലാണ് നമ്മളവിടെ പണിയാൻ പോകുന്നത്. ജവനെ എന്താ ഉദ്ദേശിക്കണേ? ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്നത്. ചേട്ടൻ കുതിരാൻ ടണൽ പണിതുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചേട്ടൻ മൊത്തം ക്രിസ്മസ് പപ്പാടാണ് കൈ. ജോമനെ ഇങ്ങോട്ട് നോക്ക്, ക്രിസ്മസ് പപ്പാട കൂട്ടായി. ട്രയൽസ് ആണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈ കോലാഹലങ്ങളും കാട്ടിക്കൂട്ടലൊക്കെ കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. 2 മക്കളുടെയും ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു, എന്നിട്ടാണ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ള കമൻറ്റ്സ് പറയണ്ട, അറിയാമല്ലോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അങ്ങനെ ബേബിക്ക് പറഞ്ഞേക്കുന്നത് ഒരു സ്പൈഡർമാൻ തീം കേക്കാണ്. പക്ഷേ സ്പൈഡർമാൻ തീമാണെങ്കിൽ പോലും അവൻ അതിനകത്തൊരു ട്രെയിൻ ഓടിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ജോമോൻ്റെ സഹായത്തോടു കൂടി തെർമോക്കോള് ബേസൊക്കെ നമ്മൾ വെട്ടി എടുത്തു. ടണലിൻ്റെ ഷേപ്പിൽ ഏകദേശം ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് ഒക്കെ അവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് മിനിറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ കേക്കിലേക്ക് പിടിച്ചത്. ഒരു ഹോം ബേക്കറിൻ്റെ അവസ്ഥ നിങ്ങൾ ഓർക്കണം. എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കും, സ്വന്തം വീട്ടിലെ കാര്യത്തിന് വരുമ്പോഴത്തേക്ക് തീരെ സമയമില്ലാത്ത പോലെയാണ്. മോള് പറഞ്ഞ ഒരു പർപ്പിൾ ഷെയ്ഡ് കേക്ക് വേണം, അവൾക്ക് കയ്യിൽ പിടിക്കാൻ ഒതുങ്ങുന്ന ടൈപ്പിലെ കേക്ക് മതി, വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ മതി മമ്മി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മോളുടെ കേക്ക് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. പിന്നെ അവൾക്ക് ബട്ടർഫ്ലൈസിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് മിനി ടൈപ്പിലെ ബട്ടർഫ്ലൈസിനെയൊക്കെ എടുത്ത് അവളുടെ കേക്ക് സെറ്റാക്കി. അത് കഴിഞ്ഞ് നമ്മൾ ടേബിളിൽ വെച്ച് സെറ്റാക്കി കേട്ടോ. പിന്നെ ബേബി ഇത് മാത്രം കേക്ക് മാത്രമല്ല 4 കപ്പ് കേക്കും 4 ഡോണട്ടും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്ക് പോപ്സും സിക്കിൾസും ഒക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ട്രെയിൻ ഇന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് വീഡിയോ എടുക്കുന്ന സമയത്ത് അത് കിട്ടി. ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. അങ്ങനെ ചേച്ചിയും അനിയനും കൂടി ആദ്യം ഏഞ്ചലിൻ്റെ കേക്ക് കട്ട് ചെയ്തു, അതിനുശേഷമാണ് ബേബിയുടെ കേക്ക് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഞങ്ങളങ്ങനെ വലിയ ഒരു ആഘോഷമൊന്നുമായിട്ട് നടത്തിയില്ല. പിള്ളേരുടെ സന്തോഷത്തിന് അവർക്ക് ഇഷ്ടമായിട്ടുള്ളൊരു കേക്ക് കട്ട് ചെയ്യണം, അത്ര തന്നെ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് താഴത്തോട്ട് ചെന്ന് പപ്പായും മമ്മീനെയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ബേബി പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞാൻ ഈ കേക്കിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റാൻഡ് നിൽക്കുന്നൊരു സ്പൈഡർമാൻ വേണം, ആ സ്പൈഡർമാൻ വല ഇട്ടിട്ട് ബേബിയുടെ പേര് പിടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ബേബിയുടെ കേക്ക്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ അമ്മായിയച്ഛൻ. അങ്ങനെ അപ്പാപ്പനും മകനും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്ക് ഇറങ്ങി കേട്ടോ. ബേബിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ ജിമ്മിൽ പോകുന്ന കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ നെസ്റ്റോയ്ക്കാണ് ഇറങ്ങിയത്. ഇതാണ് തൃശ്ശൂർ പുഴയ്ക്കലുള്ള നെസ്റ്റോ. അന്ന് ഭയങ്കര ഓഫറായിരുന്നു, ഞങ്ങൾ അതുകൊണ്ടാണ് നെസ്റ്റോയിലേക്ക് പോയത്. നല്ല ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് വലിയ തിരക്കുണ്ടായിരുന്നില്ല, പകലൊക്കെ ആയിരുന്നു നല്ല തിരക്ക് കേട്ടോ. അങ്ങനെ നെസ്റ്റോയൊക്കെ മൊത്തം ചുറ്റിക്കറങ്ങി കണ്ടു. പിള്ളേർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ മേടിച്ചു, ഞങ്ങൾക്ക് ജിമ്മിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ മറ്റേ നമ്മുടെ ബ്ലൂബെറി ഇരിക്കുന്നു. ബ്ലൂബെറി കുറേ നാളായിട്ടോ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ബ്ലൂബെറി ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബ്ലൂബെറി മേടിച്ചു. ഈ കാണുന്ന ഭംഗിയും കാണിക്കുന്ന ഭംഗിയൊന്നുമില്ല, ഭയങ്കര പുളിപ്പാണ്. ഭയങ്കര പുളിപ്പെന്ന് വെച്ചാൽ ഭയങ്കര പുളിപ്പാണ്. എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ, അവിടുന്ന് കഴിച്ചില്ല കേട്ടോ, നേരെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിള്ളേർ ഞങ്ങളുമായിട്ട് പോയി ഒരു അൽഫാമൊക്കെ കഴിച്ചു. അങ്ങനെ ബർത്ത്ഡേ 2 പേരുടെയും ബർത്ത്ഡേ ഒരു ദിവസം ആഘോഷിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നല്ല രീതിയിലൊരു ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ താങ്ക്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹെറൻ സൈനിങ്. ബൈ.